നിങ്ങൾ ശ്രീലങ്കയിലെ ആനവണ്ടികളെപ്പറ്റി കേട്ടിട്ടുണ്ടോ? വിവിധ ദ്വീപുകളെയും കാടുകളെയും മലനിരകളെയും ഒക്കെ തമ്മിൽ ബന്ധിപ്പിച്ച് സാധാരണക്കാരുടെ യാത്ര ഈ ദ്വീപിലുടനീളം ചുരുങ്ങിയ ചിലവിൽ സാധ്യമാക്കി തരുന്ന ഇവിടുത്തെ ആളുകളുടെ നിത്യജീവിതത്തിൽ നിന്നും ഒഴിച്ചുകൂടാനാവാത്ത യാത്രാമാർഗമായ വർഷങ്ങളോളമായി സർവീസ് നടത്തുന്ന ബസ് അപ്പൂപ്പന്മാരെ പറ്റി, ഇവിടെ ഉള്ള ആളുകളുടെ ബസ്സിലൂടെയുള്ള ജീവിതങ്ങളെപ്പറ്റി ഇന്നത്തെ ദിവസം നമ്മൾ ശ്രീലങ്കയുടെ ബസ് യാത്ര അനുഭവിക്കുകയാണ്. അവരുടെ കൂടെ അവരിലൊരാളായി പല ബസ്സുകൾ നമ്മൾ മാറിക്കയറുകയാണ്. ഈ യാത്ര എങ്ങോട്ടാണ് എന്നറിയണ്ടേ? ശ്രീലങ്കയുടെ ഏറ്റവും വടക്കു ഭാഗത്തുള്ള കടലിന് നടുവിലെ ഒരു ദ്വീപിലേക്ക്. അതിനായി ആദ്യം ജാഫ്നയിലെ ബസ് സ്റ്റാൻഡിലേക്ക് നമ്മളുടെ നവീനച്ചനാണ് നമ്മളെ കൊണ്ടാക്കുന്നത്. ആ ബസ് സ്റ്റാൻഡിലൂടെ ഓടി നടന്ന് നമ്മൾക്ക് പോകേണ്ട റൂട്ടിലേക്കുള്ള ബസ്സിനെ കണ്ടുപിടിക്കുകയാണ് അച്ഛൻ ആദ്യം ചെയ്തത്. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ. ഹലോ, നമസ്തേ, എല്ലാവർക്കും ഉണ്ടല്ലോ നമ്മളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതമുണ്ട്. നമ്മളുടെ ശ്രീലങ്കയിൽ ബസ് യാത്ര എങ്ങനെയാണ് എന്നുള്ള കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിരിക്കും ഇന്നത്തെ എപ്പിസോഡിലുണ്ടാവുക. അപ്പോൾ ഉണ്ടല്ലോ ഇങ്ങനെ ശ്രീലങ്കയുടെ മണ്ണിൽ നിന്നും നിങ്ങൾക്ക് വീണ്ടും നമ്മളുടെ യാത്രകളിലേക്കും വിശേഷങ്ങളിലേക്കും സ്വാഗതം. ഇത് രണ്ടാമത്തെ ബസ് സ്റ്റാൻഡാണ്. മെയിനായിട്ട് ഇവിടുന്ന് ദീർഘദൂര സർവീസുകൾ നടത്തുന്ന ഒരു ബസ് സ്റ്റാൻഡുണ്ട്. അതുകൂടാതെ റോഡ് സൈഡിൽ ഇവിടുത്തെ ലോക്കൽ സ്ഥലങ്ങളിലേക്ക് പോകുന്ന ബസ് സ്റ്റാൻഡുണ്ട്. കുറുക്കാട്ടുവാൻ എന്ന് പറയുന്ന ഒരു സ്ഥലം, അങ്ങനെയാണ് അതിന് പ്രൊനൗൺസിയേഷൻ എന്ന് തോന്നുന്നു. അങ്ങനെ ഒരു സ്ഥലമുണ്ട്. അതായത് നമ്മളുടെ ഇന്ത്യയോട് അടുത്ത് നിൽക്കുന്ന ഒരു ദ്വീപ് ആ ഒരു മേഖലയിലുണ്ട് കേട്ടോ. അപ്പം അവിടെ വേറെ പ്രത്യേകതയുണ്ട്, അത് ഞാൻ ഓൺ ദ വേയിൽ പറയാം. അപ്പം ബായോ, നമുക്ക് ഈ ഒരു ശ്രീലങ്കയിലെ ബസ്, അതും ലോക്കൽ ബസ്സിലെ യാത്ര എങ്ങനെയാണ്, ഇവിടെയുള്ള ആളുകൾ എങ്ങനെയാണ്, ഇവിടുത്തെ കാഴ്ചകൾ എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് ഇന്നത്തെ വീഡിയോയിൽ കാണാം. നമ്മുടെ നാട്ടിലുള്ള ബസ്സുകളെക്കാളും ഉണ്ടല്ലോ കുറച്ചും കൂടി പുറത്തേക്കുള്ള വിസിബിലിറ്റി ഇവിടെയുള്ള ബസ്സുകൾക്ക് കൂടുതലാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് ഗ്ലാസ് ആണ് മുഴുവൻ ഓൾമോസ്റ്റ് കവർ ചെയ്തിട്ടുള്ളത്. മുമ്പിലും അതുപോലെ തന്നെ പുറകിലും ഇതിൻ്റെ ഒരു ഡോറ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ അകത്ത് എവിടെയും സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് എന്ന് പറഞ്ഞിട്ട് പ്രത്യേകമായിട്ട് എഴുതി വെച്ച സീറ്റുകളൊന്നും കാണാനില്ല കേട്ടോ. കൊള്ളാലോ. ബസ് പതുക്കെ ഉണ്ടല്ലോ ജാഫ്നയിൽ നിന്നും പതുക്കെ മുമ്പോട്ടേക്ക് എടുക്കുന്നേ ഉള്ളൂ. അത്യാവശ്യം ചെറിയ ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂറിന് മേലെ ഓട്ടമുണ്ട് ഞാൻ ഈ പറയുന്ന ദ്വീപിലേക്ക് കേട്ടോ. ഞാൻ ഈ പറഞ്ഞ ദ്വീപേരുണ്ടല്ലോ അത്യാവശ്യം കുറച്ച് ഉൾഭാഗമാണ്. അപ്പോൾ അങ്ങോട്ടേക്കുള്ള ചരക്കുകൾ, അരി സാധനങ്ങളൊക്കെ ബസ്സിൽ കയറ്റി തന്നെ കൊണ്ടുപോകുന്നുണ്ട്. അത്യാവശ്യം അവിടെ ഒരാൾക്ക് ഇരിക്കാനുള്ള സീറ്റ് പോലുള്ള ഒരു ഏരിയ കൂടി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ചേച്ചി അവരെല്ലാം കുറച്ച് അങ്ങ് ദൂരെയാണ് ഇറങ്ങുന്നത്, അതുകൊണ്ട് അവർക്ക് ഇറങ്ങി വരാൻ ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഞാൻ ഇത്രയധികം നേരം നോക്കിയിട്ടുണ്ടല്ലോ ബസ്സിലൊരു കണ്ടക്ടറിനെ കാണാനില്ല കേട്ടോ. ഇനിയിപ്പോൾ ടിക്കറ്റ് എടുക്കാൻ ഞാൻ ഇവിടെ പോകുക എന്തോ. നമ്മൾ നേരത്തെ അവിടെ നിന്ന് ലഗേജ് എടുത്ത് വെക്കുന്ന കണ്ടില്ലായിരുന്നോ? ആള് തന്നെയാണ് കേട്ടോ കണ്ടക്ടറെ. ഇവിടെ ടിക്കറ്റ് കൊടുക്കുന്ന അങ്ങനെയല്ല, ശരിക്കും പൈസ വാങ്ങുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ പ്രത്യേകിച്ചൊന്നും മുറിച്ചൊന്നും കൊടുക്കുന്നില്ല. കുറിക്കടുവാൻ എവ്വളോ 170. അപ്പോൾ ഞാൻ 200 രൂപ നമ്മൾ പൈസ മാറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുഴുവനായിട്ട് എടുത്തില്ല, $100 മാത്രം ഞാൻ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ചേഞ്ച് ചെയ്ത് വാങ്ങി. അപ്പം $100 എനിക്ക് ചേഞ്ച് തന്നു കേട്ടോ. അച്ഛൻ എനിക്ക് മാറ്റി തന്നു. അതായത് ഇനിയിപ്പോൾ നമുക്ക് ടൗണിൽ പോയിട്ട് മുഴുവൻ മാറ്റിയെടുക്കാം. 200 ബാക്കി കിട്ടി. ഇതാണ് ഇവിടുത്തെ 20 രൂപ. കണ്ടത് നല്ല കളർഫുൾ നോട്ടാണ്. 10 രൂപയുടെ തൊട്ട് ഇങ്ങനെയാണ് ഉണ്ടാവുക. 10 രൂപ തൊട്ട്. നൈസല്ലേ? ഇതെന്തൊരു ഇവിടുത്തെ എന്തൊരു കലയുടെ എന്തൊരു ഫോട്ടോയാണ്. ഇതെന്തത് നമ്മളുടെ ഇതുപോലുള്ള എന്തെല്ലാം സാധനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടല്ലോ. പോകുന്ന വഴിയുണ്ടല്ലോ, ഇന്നലെ നമ്മൾ പോയിട്ടില്ലായിരുന്നു നമ്മളുടെ അട്ടക്കളത്തിലേക്ക്. അട്ടയുടെ കൃഷി നമ്മൾ കണ്ടില്ലായിരുന്നു. ശ്രീലങ്കയിലെ സ്പെഷ്യൽ സാധനം അങ്ങനത്തെ ഒരു കണ്ടു നോക്കണം. ആ പോയ അതേ റൂട്ടിലാണ് കേട്ടോ. അതായത് ഇതൊരു ഐലൻഡാണ്. ഐലൻഡിനെ കണക്ട് ചെയ്ത് പോവാണ്. 2 സൈഡിലും വെള്ളമാണ്. ഇവിടെ എല്ലാം വെള്ളമുണ്ട്. സദാസമയം ഇവിടെ ഉണ്ടല്ലോ ബസ്സിൽ, അതിപ്പോൾ ഗവൺമെൻറ് ബസ്സാണെങ്കിലും പ്രൈവറ്റ് ബസ്സാണെങ്കിലും ഫുൾ ഒച്ചയിൽ പാട്ട്, അത് നല്ല തമിഴ് പാട്ടുകൾ വെക്കും കേട്ടോ. ഇവിടെ ബസ്സിന് മുമ്പിൽ സീറ്റില്ല, നമ്മൾ നേപ്പാളിലൊക്കെ കണ്ട പോലെ, നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ. അതുകൊണ്ട് ഈ പുറകിൽ നിന്നുള്ള കാഴ്ചയെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും അതിനോട് സഹകരിക്കുക കേട്ടോ. ഇവിടെ അങ്ങനെയാണ്. ആളുകളെ കാണുമ്പോഴും ഇവിടുത്തെ ഭാഷയും ഇവിടുത്തെ മട്ടും ഭാവവും ഒക്കെയും ഒരു തമിഴ്നാടൻ ഉൾഗ്രാമത്തിലൂടെയുള്ള ബസ് യാത്ര നമ്മളെ ഓർമ്മിപ്പിക്കും കേട്ടോ. നിങ്ങൾ മാപ്പിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. എന്തുകൊണ്ട് നിങ്ങൾ നമ്മളുടെ ആ ഒരു ശ്രീലങ്കയുടെ അറ്റത്ത് കിടക്കുന്ന ആ ഒരു ഭാഗങ്ങളില്ലേ, ആ ഒരു ഭാഗത്തേക്ക് അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. ഇതിൻ്റെ കുറച്ചപ്പുറത്തായിട്ട് നമ്മളുടെ ഇന്ത്യയാണുള്ളത്. കണ്ടില്ലേ നിങ്ങൾ? പാകദ്വീപ് അല്ലെങ്കിൽ നയനദ്വീപ് അങ്ങനെയൊക്കെയാണ് ആ ഒരു ദ്വീപിൻ്റെ പേര്. അപ്പം അവിടേക്ക് മുഴുവനായിട്ട് നമുക്ക് ബസ്സിൽ പോകാൻ പറ്റത്തില്ല.
നമുക്ക് ഇവിടെ ചെന്നിട്ട് ഇതൊരു ഫെറിയിൻ്റെ അവിടെയാണ് ബസ് നിർത്തുക. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾക്ക് അവിടെ നിന്നൊരു ബോട്ട് വിളിച്ചിട്ട് വേണം അപ്പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ കാഴ്ചകൾ കളറാകും. പോകുന്ന വഴിയിൽ ദ്വീപിലൂടെയൊക്കെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ കുറച്ചിട്ട് കഴിയുമ്പോഴത്തേക്കും രണ്ട് സൈഡിലും വെള്ളവും കടലും ഒക്കെ വരാൻ പോകുന്നുണ്ട് കേട്ടോ. ബസ്സിൻ്റെ ആദ്യത്തെ സ്റ്റോപ്പ് വന്നു. ഇത് അത്യാവശ്യം സ്റ്റോപ്പുകളൊക്കെ വളരെ കുറവായിട്ടുള്ളൊരു ബസ്സാണ് കേട്ടോ. അധികം സ്ഥലങ്ങളിലൊന്നും നിർത്തുന്നത് കാണുന്നില്ല. ഈ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് കേട്ടോ. ഇതുണ്ടോ, ഇത് ആക്ച്വലി യൂറോപ്യൻ യൂണിയൻ ഫണ്ട് ചെയ്തിട്ട് നിർമ്മിച്ചേക്കുന്നതാണ്. അതായത് ഇവിടുത്തെ ലോക്കൽ പ്രൊഡക്ട്സ് ഒക്കെ വിൽക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു മാർക്കറ്റ് അവർ ചെയ്തു കൊടുത്തേക്കുന്നതാണ്. ഇവിടുത്തെ വേറെ ഗ്രാമങ്ങളിൽ നിന്നും ജാഫ്നയ്ക്ക് സർവീസ് നടത്തുന്ന ബസ്സുകൾ ഇത് അങ്ങനെ വന്നു പോകുന്നുണ്ട് കേട്ടോ. ഇത് കൈറ്റ്സ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ജാഫ്നയുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ്. സ്കൂള് വിട്ട് പതുക്കെ ഇതാ പിള്ളേരൊക്കെ ബസ്സിലേക്ക് വന്നു തുടങ്ങി. ഇവിടെ ഉണ്ടല്ലോ രാവിലെ 7:30 മുതൽ 1 മണി വരെയാണ് കേട്ടോ സ്കൂൾ ടൈം ഉള്ളത്. ഇപ്പോഴും നമ്മൾ കണക്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതാ 2 ദ്വീപുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു വഴിയാണ്. ഇവിടെ ഉണ്ടല്ലോ ഈ ഒരു ദ്വീപുകൾ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് ഈ വെള്ളമില്ല, വെള്ളത്തിൽ വലിയ ആഴമൊന്നും ഉണ്ടാവില്ല. ചില സ്ഥലങ്ങളിൽ വെറും മുട്ടപ്പം മാത്രമൊക്കെ വെള്ളം ഉണ്ടാവുള്ളൂ കേട്ടോ. പക്ഷേങ്കിൽ വെള്ളത്താൽ ചുറ്റപ്പെട്ടതായതുകൊണ്ട് അതൊരു ദ്വീപായി മാറും. അവിടെ പിന്നെ പാലം പണിയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെയുള്ള റോഡുകൾ മാത്രം പെടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഉണ്ടല്ലോ ഇവിടെയുള്ള ഒരു സ്കൂൾ വിട്ടിട്ട് ഈ ഒരു ബസ് നിറച്ച് സ്കൂൾ കുട്ടികൾ കയറിയിട്ടുണ്ട്. വണ്ടി നിറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്നു കേട്ടോ. പണ്ട് വീട്ടിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ ബസ്സിൽ കുത്തി നിറഞ്ഞു പോയത്. ഇവിടുത്തെ സ്കൂളുകളിലുണ്ടല്ലോ 10ാം ക്ലാസ്സിന് നമ്മളുടെ നാട്ടിൽ SLC ഇല്ല. അതുപോലെ തന്നെ വേറൊരു അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛനൊരു പേര് പറഞ്ഞു. അങ്ങനെ ഒരു എക്സാമാണ്. അതിനുശേഷം +1ഉം +2ഉം അങ്ങനെ +1 +2 എന്നല്ല പറയുന്നത്, ഇവിടെ വേറൊരു പേരാണ് പറയുന്നത്. അത് ഞാൻ എന്താണെന്നുള്ളത് കൂടുതലായിട്ടൊന്ന് അച്ഛനോട് ചോദിച്ചിട്ട് ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖലയുടെ കാര്യങ്ങളൊന്ന് പറയാം കേട്ടോ. കടല് നല്ലപോലെ കയറി കിടക്കുന്ന ഭാഗത്തേക്ക് നമ്മൾ എത്തി. അത്യാവശ്യം ഇവിടുത്തെ ഈ ഒരു വെള്ളത്തിനൊക്കെ ഒരു നീലയും അതുപോലെ തന്നെ ഒരു വെള്ളയും കളറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇതാണ് ഇവിടുത്തെ ദ്വീപുകളെ കണക്ട് ചെയ്യുന്ന റോഡുകള്, ചെറിയ ചെറിയ റോഡുകള്. കടൽ ഭാഗം ഉണ്ടല്ലോ കുളിക്കാനൊക്കെ അടിപൊളിയായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആഴം വളരെ കുറവാണ്. അതുകൂടാതെ തിരയില്ല. നമ്മൾ ഇന്നലെ രാത്രി ഉണ്ടല്ലോ പോയത് ഓർക്കുന്നുണ്ടോ? പക്ഷേ നിങ്ങൾ രാത്രിയിൽ എനിക്ക് അതിൻ്റെ കറക്റ്റ് വ്യൂ കാണിച്ചു തരാൻ പറ്റില്ല. അത് ഇതുപോലെയുള്ള ഒരു കടലായിരുന്നു കേട്ടോ. അവിടെ നിന്നുള്ള സൺസെറ്റിൻ്റെ വ്യൂ ഒരു രക്ഷയില്ലാത്തതാണ്. ഞാൻ കുറച്ചധികം ഭാഗങ്ങൾ ഇന്നലത്തെ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക കേട്ടോ. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ നമ്മൾ ലാസ്റ്റ് സ്റ്റോപ്പിലേക്ക് എത്തിയത് അങ്ങ് ദൂരെയായിട്ട് നമുക്ക് കടൽ കാണാം. ഇവിടം വരെ ആയിരിക്കണം ലാസ്റ്റ് സ്റ്റോപ്പ്. നമ്മുടെ നിഗമനങ്ങൾ എല്ലാ കാലത്തും ശരിയാവില്ലല്ലോ. ലാസ്റ്റ് സ്റ്റോപ്പ് ഇതല്ല കേട്ടോ. ഇനിയും പോകുന്നുണ്ട്. കാരണം ആളുകളൊന്നും ഇറങ്ങിയിട്ടില്ല. എന്നോട് അവിടെ നിന്ന് അച്ഛൻ കയറി പറഞ്ഞത് ഈ വണ്ടി പോയി നിർത്തും, ആ നിർത്തുന്ന സ്ഥലത്ത് ഇറങ്ങുക, അവിടെ നിന്ന് ബോട്ട് കിട്ടും, അവിടെ നിന്ന് ബോട്ട് പിടിക്കാമെന്നാണ്. ഇവിടെ നിന്നുണ്ടല്ലോ വീണ്ടും നമ്മൾ ചെറിയൊരു ഇതിൻ്റെ അവസാനം ബോട്ട് ചട്ടിയിലേക്ക് അടുക്കുന്ന പോലെ അവിടെ ഒരു ചെറിയ ദ്വീപുണ്ട്. ആ ഒരു ദ്വീപിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അങ്ങോട്ടേക്കുള്ള റോഡാണ് ഈ കാണുന്നത്. എന്തായാലും ഇത് ചെല്ലുന്ന അപ്പുറം നമുക്ക് ചെറിയ രീതിയിലൊരു കര കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. കര കാണാൻ കടലൊന്നുമല്ല, പക്ഷെ കാണാത്ത കടലൊന്നും വെച്ച് കര കാണാത്ത പോലെ ഒന്നുമല്ല, കര കാണുന്നതാണ്. അപ്പോൾ ഷോർട്ടായിട്ടുള്ള ഒരു ബോട്ട് റൈഡാണുള്ളത്. അങ്ങനെ നമ്മൾ അവസാനത്തെ സ്റ്റോപ്പിലേക്ക് എത്തി കേട്ടോ. താങ്ക്സ് അണ്ണേ. ഇതാണ് ലാസ്റ്റ് പോയിന്റ്. അയ്യോ ആംബുലൻസ്. യെസ്. ഇവിടെ നിന്ന് ഇനിയിപ്പോൾ നമുക്ക് ബോട്ട് പിടിക്കണേ. ബോട്ടിന് എത്ര രൂപയാണ് എന്നുള്ളത് ഞാൻ ചോദിച്ചിട്ടില്ല. ഇതുണ്ടോ, ഇപ്പം ജാഫ്നയ്ക്ക് പോകാൻ വേണ്ടിയുള്ള ഒരു ബസ്സാണിത്. അപ്പം ഇതാണ് ജാഫ്നയ്ക്ക് പോകാൻ വേണ്ടി അവൾ ഈ പോയിന്റിൽ തന്നെ വന്നാൽ മതി. ഇവിടെ ബസ്സുകൾ ഇങ്ങനെ നിർത്തിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ വായോ നോക്കാലോ ബോട്ട് പുറപ്പെടാറായതുണ്ടോ എന്നുള്ളത്. അവിടെ ഒരു ബോട്ട് കിടപ്പുണ്ട്. ഈ ഒരു ദ്വീപിൻ്റെ പ്രത്യേകത എന്താണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ദൈവമേ, ടിക്കറ്റ് എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളൊരു സംശയം ഉള്ളിൽ വന്നു. അതുകൊണ്ട് ദൈവത്തിന് വിളിച്ചതാണ്. അത് ബോട്ടിലുണ്ടാവുമായിരിക്കും. പോയി നോക്കാം. എല്ലാവരും അങ്ങോട്ട് തന്നെയല്ലേ നടക്കുന്നത്. ബോട്ടുണ്ടല്ലോ എടുക്കുന്നുണ്ട്. ഇതാ ഈ കാണുന്നതാണ് ബോട്ട്. ഇങ്ങനെ എത്ര ടൈം ആകുമോ? എത്ര ടൈം എടുക്കുമോ? ഇല്ല, ഹാഫ് ആൻ അവറാ, 20 മിനിറ്റ്സാ, 10 മിനിറ്റ്സാ? ഹാഫ് ആൻ അവർ, അരമണിക്കൂർ. നമുക്ക് നമ്മളുടെ ബോട്ടിലോട്ട് കയറാം. ടിക്കറ്റ് ഉള്ളിൽ എടുക്കാൻ എന്നാണ് പറഞ്ഞത്. താഴോട്ടേക്കാണല്ലോ ഇതിൻ്റെ. ഇങ്ങനെയാണല്ലോ ഇറങ്ങേണ്ടത്. നമ്മൾ താഴോട്ടേക്ക് ഇറങ്ങിയിരിക്കണം കേട്ടോ. കണ്ടത് ഇതുപോലെ ഒരു ബോട്ട് ഞാനിതിന് മുമ്പ് കയറിയിട്ടില്ല. യെസ്. മരത്തിൻ്റെ സീറ്റൊക്കെ ഉണ്ട്. ഇതാണ്
അത് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. എൻ്റെ എഞ്ചിൻ റൂമെല്ലാം നമുക്ക് വളരെ ഓപ്പൺ ആണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് എഞ്ചിൻ റൂമൊക്കെ കിടക്കുന്ന പഴയ എഞ്ചിൻ റൂമാണ്, പഴയ എഞ്ചിനാണ്, ബട്ട് നൈസ്. വലിയ വേറെയും ബോട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ അത് തൊട്ടടുത്തുള്ള ഒരു ദ്വീപിലേക്ക് പോകുന്നതാണ്. എടന്തീവ് താനേ തന്നെയാണ് എന്നോട് പറഞ്ഞു തന്നെ. എടന്തീവ് എന്നാണ് എൻ്റെ പേരുന്നത്. നമ്മുടെ ബോട്ടിൻ്റെ എൻജിൻ സ്റ്റാർട്ടായിട്ടുണ്ട്. ബോട്ട് എടുക്കാൻ പോവാണ് കേട്ടോ. ഇവിടെ നിന്നുണ്ടല്ലോ ലാസ്റ്റ് ബസ് 5:30ക്കാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ എത്തണം. 5 മണിക്കാണ് അവിടെ നിന്നും ഇങ്ങോട്ടേക്കുള്ള ലാസ്റ്റ് ഫെറി സർവീസ്. പോകേണ്ട ദ്വീപുണ്ടല്ലോ, അങ്ങ് ദൂരമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനിയിപ്പോൾ ആ ഒരു ദ്വീപിൻ്റെ പ്രത്യേകത ഞാൻ പറയാം. അങ്ങ് ദൂരമായിട്ട് നിങ്ങളൊരു ഇത് കാണുന്നില്ലേ, അത് ചെന്നിറങ്ങിയിട്ട് എന്താണെന്ന് കൃത്യമായിട്ട് നമുക്ക് കാണാം. എന്താ വെച്ചാൽ എല്ലാ മതങ്ങൾക്കുമുള്ള അമ്പലം, പള്ളി, മോസ്ക്, ബുദ്ധിസ്റ്റ് ഇത് അങ്ങനെ എല്ലാ സാധനങ്ങളും ഉള്ള ഒരു ദ്വീപാണിത് കേട്ടോ. മതസൗഹാർദ്ദത്തിൻ്റെ ദ്വീപ്. സ്റ്റെപ്പ് വഴി ഇതാ ഇങ്ങനെ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ നേരത്തെ കാഴ്ചകൾ കാണാം. ഇത് മേളിലേട്ടും ആളുകൾ കയറി നിൽക്കുന്നുണ്ട്. അത് നമ്മുടെ ബോട്ട് ഓടിക്കുന്ന സ്രാങ്ക്. ഇതാ ഇവിടെയുള്ള ആൾക്കാർ കയറി നിൽക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നല്ല തിരക്കുള്ള സമയത്ത് മേലഭാഗത്തും ആൾക്കാർ കയറി നിൽക്കും എന്നുള്ളത്. പിന്നീടുള്ള അത്യാവശ്യം നല്ല കാറ്റുണ്ട്, അതുപോലെ തന്നെ നല്ല ചൂടുമാണ് കേട്ടോ. എന്നാ ചൂടാ. ഇവിടുത്തെ ഈ ഒരു കടലിൻ്റെ കളറ് അത്യാവശ്യം ഒരു നീല കലർന്ന കളറാണ്. ഇവിടെ കഴിഞ്ഞ ഒരു 2-3 ദിവസമായിട്ട് മഴ പെയ്തത് കൊണ്ട് ചെറിയൊരു കലക്കം ഈ ഒരു കടൽ തീരത്തോട് ചേർന്ന ഭാഗത്തുണ്ട്. എങ്കിലും നല്ല കളർ, നീല കളറുള്ള തെളിഞ്ഞ കടലാണ് ഈ ഒരു മേഖലയിൽ അധികമുള്ളത് കേട്ടോ. എനിക്ക് കപ്പലിൽ വരുന്ന സമയത്ത് അതിൻ്റെ മേലത്തെ ഡെക്കിൽ കയറണം എന്നുള്ളത് വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ എങ്കിൽ അതിൻ്റെ അകത്ത് അങ്ങനെ കയറ്റത്തില്ല. അതിൻ്റെ അകത്ത് പിന്നെ നേവി വരെ ഉണ്ട്. അപ്പം അവർ ഒരിക്കലും അനുവദിക്കത്തില്ല. പക്ഷേ എങ്കിൽ ഈ ഒരു ബോട്ടിൽ കയറിയപ്പോൾ നമുക്കിങ്ങനെ മേലെ നിന്ന് മേളത്തെ യഥാർത്ഥമായിട്ടുള്ള കടലിൻ്റെ ആ ഒരു മണമൊക്കെയുള്ള യാത്രയില്ലേ, ആ കാറ്റിൻ്റെ മണമൊക്കെ ഉള്ള ആ ഒരു യാത്ര ഇവിടെ നിന്ന് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞേ ആ മതസൗഹാർദ്ദത്തിൻ്റെ തെളിവുകളായിട്ടുള്ള അമ്പലം അവിടെയുണ്ട്. ഒരു തമിഴ്നാട് സ്റ്റൈലിലുള്ള അമ്പലം. അതുകൂടാതെ ബുദ്ധിസ്റ്റ് സ്തൂപം, ആ ഒരു വൈറ്റ് കളറിൽ കാണുന്നുണ്ടെങ്കിൽ അത് വന്നിട്ട് ആ ഒരു ബുദ്ധിസ്റ്റ് അവരുടെ ആ ഒരു മൊണാസ്ട്രി കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോഴുള്ള അത്യാവശ്യം ചാട്ടം കുറച്ച് കൂടിയിട്ടുണ്ട്. അതുകൂടാതെ കാറ്റിൻ്റെ ആ ഒരു തീവ്രതയും വർദ്ധിച്ചിട്ടുണ്ട് കേട്ടോ. വണ്ടി തുള്ളിയാണ് പോകുന്നത്. താഴോട്ട് ഇറങ്ങുന്നതായിരിക്കും സേഫ് എന്ന് തോന്നുന്നു കേട്ടോ. ആട്ടം എന്ന് പറഞ്ഞാൽ നല്ല കുതിച്ച് ചാടിയ ആട്ടമുണ്ട്. എന്തായാലും താഴെ ഇറങ്ങി നിന്നത് നന്നായി. പിന്നെ അവർക്ക് നല്ല എക്സ്പീരിയൻസ് ആണല്ലോ ഇതിനകത്ത് നിൽക്കാൻ വേണ്ടിയിട്ട്. പിന്നെയുണ്ടല്ലോ ഒരു പരിപാടിയിൽ ചെറിയൊരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. ആക്ച്വലി എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ പ്രകാരം ഉണ്ടല്ലോ, ഈ ഒരു ജെട്ടിയിൽ ആദ്യമേ ഇവിടെയല്ല വരിക, അങ്ങ് അവിടെയുള്ള അങ്ങ് ദൂരെയായിട്ട് നമ്മളുടെ ബുദ്ധവിഹാരമുണ്ട്, ആ വെള്ള കളറിൽ കാണുന്നത്, അവിടെയാണ് ആദ്യമേ പോകുക. അതിന് ശേഷമാണ് ഇങ്ങോട്ട് വരിക. എന്നാലും എന്നോട് അവിടെ ഇറങ്ങിയിട്ട് അത് കണ്ടിട്ട് പിന്നെ അവിടെ നിന്ന് കറങ്ങി ഏറ്റവും അവസാനം ഈ ഒരു അമ്പലത്തിൻ്റെ അടുത്തോട്ട് വന്നാൽ മതി എന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മുടെ ബോട്ട് ആദ്യമേ തന്നെ ഈ ഒരു അമ്പലത്തിൻ്റെ അടുത്തേക്കാണ് കേട്ടോ വന്നത്. നേരെ അങ്ങനെ അടുപ്പിക്കാൻ പറ്റത്തില്ല. നമ്മളൊരു ബോട്ടിലൂടെ കയറിയിട്ട് വേണം അടുത്ത ബോട്ടിലോട്ട് പോകാനായിട്ട് കേട്ടോ. അങ്ങ് കരയിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഇവിടുത്തെ എല്ലാവരും അഭ്യാസികളാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ആടി വലയുന്ന ബോട്ടിൻ്റെ മേലെ കൂടി നടക്കുകയും ചാടി കയറുകയും ക്രോസ് ചെയ്ത് വരികയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതിനെ അടുപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് അവർ നടത്തുന്നത്, കൂട്ടിക്കെട്ടാൻ വേണ്ടിയിട്ട് 2 ബോട്ടിനെയും കൂടിയേ. ഈ ബോട്ടിന് പോകാൻ വേണ്ടിയിട്ടുണ്ടല്ലോ ഇത്രയും അധികം ആൾക്കാർ വരുന്നുണ്ട്. അവിടെ നിന്ന് കുറേ ആളുകളുണ്ടല്ലോ. അതേ ഇവരെല്ലാവരും കൊള്ളുപോലും ഈ ബോട്ടിൽ നിന്ന്. അവിടെ നിന്ന് സക്സസ്ഫുള്ളി ചാടി നമ്മൾ ഇവിടെ എത്തി. അമ്മേ നമ്മളിറക്കം വിടൂലേ. ഇവിടെ നിന്ന് കരയിൽ കൂടി ഉണ്ടല്ലോ നമുക്കിത് ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ ചാടി ഇങ്ങനെ വരാം. ശരിക്കും കണക്ക് പ്രകാരം ഉണ്ടല്ലോ ഇതിൻ്റെ മേലെ കൂടി കയറാൻ പാടില്ല, അടിയിൽ കൂടി കയറി ക്രോസ് ചെയ്ത് അങ്ങനെ വേണം പോകാൻ. കുറേ അധികം നേരത്തിന് ശേഷമാണ് ഈ ഒരു ബോട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആൾക്കാർ നല്ല തിരക്കാണ്. അപ്പം നേവിയുടെ ഓഫീസേഴ്സ് അവരൊക്കെ പറഞ്ഞിട്ട് മേലെ കയറിയ ആൾക്കാരെല്ലാം താഴെ ഇറക്കുന്നുണ്ടേ. നല്ല ആട്ടമുണ്ട്. ഇപ്പം കടൽ കുറച്ച് വൈകുന്നേരം, അതായത് ഉച്ച കഴിഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കാറ്റടിച്ച് കടൽ നല്ലോണം ഇളകുന്നുണ്ട്. കടലിൽ നിന്ന് വാരിക്കൊണ്ട് വന്ന മണൽ ഇവർ ഈ ഒരു ലോറിയിലോട്ട് കയറ്റുന്നുണ്ട്. ഇങ്ങോട്ട് വരാൻ വേണ്ടി ആൾക്കാരുടെ കുറവ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു വലിയ തിരക്കൊന്നും ഇല്ലാത്ത സ്ഥലമാണ്. അങ്ങനെയല്ല, ഇവിടെയുള്ള ആളുകളെ സംബന്ധിച്ചിട്ടുണ്ടല്ലോ ഈ ഒരു ക്ഷേത്രം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ അവരിങ്ങോട്ടേക്ക് വരും. അതുകൂടാതെ ബുദ്ധിസ്റ്റുകളായിട്ടുള്ള ആളുകൾ, ഇന്ത്യയോട് ചേർന്നുള്ള എങ്ങേ അറ്റത്തുള്ള ബുദ്ധിസ്റ്റ് വിഹാരമാണിത്. അപ്പോൾ അവരും ഇങ്ങോട്ടേക്ക് വരും. പിന്നെ ക്രിസ്ത്യൻ, മുസ്ലിം മതവിശ്വാസികളും ഇങ്ങോട്ടേക്ക് വരും കേട്ടോ. എന്തായാലും നമുക്കുണ്ടല്ലോ ആദ്യം ഇത് അങ്ങ് ദൂരെ കാണുന്ന ആ ഒരു ടെമ്പിളിൻ്റെ മുറ്റത്തേക്ക് നടക്കാം. അതിനുശേഷം അടുത്ത സ്ഥലം.
തമിഴ്നാട്ടിലൊക്കെ കണ്ട് ശീലിച്ചിട്ടുള്ള സെയിം അതേ രൂപത്തിലുള്ള അമ്പലം തന്നെയാണ്. അത് പിന്നെ അങ്ങനെയല്ലേ വരുള്ളൂ, തമിഴ് കൾച്ചർ തന്നെയാണുള്ളത്. പക്ഷേങ്കിൽ ഇപ്പോൾ ഉണ്ടല്ലോ അമ്പലത്തിൻ്റെ നട അടച്ച ടൈമാണ്. അതുകൊണ്ട് തന്നെ ആളുകളെല്ലാം പുറത്തിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ. ഇവിടുത്തെ വലിയൊരു ആ ഒരു ചുറ്റുമതിലുണ്ടല്ലോ, അതിൻ്റെ അവിടെ തന്നെ ഒരു ആനയെ ഇവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ഒരു മതിലും വെറുതെ മതിലായിട്ട് വെക്കാതെ അവിടെ ഒരു രൂപം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് ഈ ഒരു നടപ്പാതയല്ല, വണ്ടിയൊക്കെ ഉണ്ടാവേണ്ട പാതയാണ്. ഇതുവഴി നടന്ന് ആദ്യമേ ആ ഒരു ബുദ്ധവിഹാരം വരുന്ന നടക്കാം. ആ ഒരു നടത്തത്തിലുണ്ടല്ലോ നമുക്ക് നമ്മളുടെ ഈ ഒരു ഐലൻഡിൻ്റെ കാഴ്ചകളും കാണാം. അമ്പലത്തിൻ്റെ സൈഡിലുള്ള വഴിയിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഇവിടെ കുറേയധികം ടൂറിസ്റ്റുകളെ ലക്ഷ്യം വെച്ചുള്ള ടോയ് ഷോപ്പുകളും മറ്റും നമുക്കിവിടെ കാണാൻ പറ്റും. നേരെ വഴി അങ്ങനെ നടക്കുക. നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു കുപ്പി വെള്ളം കൂടി വാങ്ങാം. വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ പണി പാളും. നല്ല വെയിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭീകരമായ വെയിലാണ് കേട്ടോ അങ്ങോട്ടൊക്കെ ഉള്ളത്. നമുക്ക് ഈ ഒരു കടയിൽ നിന്നും വെള്ളം വാങ്ങാം. ഇതാണ് ഇവിടുത്തെ ആ ഒരു ബോട്ടിൽ തന്നെ. എവ്വളോ? 1.5 ഓക്കെ. 1 ലിറ്റർ ഇത് കിടക്കുമോ ചിന്നത്? ആമാം. ഇതെവ്വളോ? 130 രൂപയാണ് കേട്ടോ ഇവിടെ ഒരു കുപ്പി വെള്ളത്തിനുള്ളത്. 130 രൂപ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഏകദേശം ഒരു 40 രൂപ അടുപ്പിച്ച് കേട്ടോ. ശ്രീലങ്ക അത്യാവശ്യം അധികം എക്സ്പെൻസീവ് ആയിട്ടുള്ള കൺട്രിയാണ്. ശരിക്കും ലോകത്തിലെ ഏറ്റവും ചീപ്പറായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന കൺട്രി നമ്മളുടെ ഇന്ത്യയാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. പിന്നെ ഇവിടെയൊക്കെ ഇവർ ചെയ്തേക്കുന്ന ഒരു നല്ല കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ വേപ്പ് മരങ്ങൾ വഴിനീളെ നട്ടിട്ടുണ്ട്. ഒരു വേപ്പിൻ്റെ ചുവട്ടിലോട്ട് എത്തുമ്പോഴത്തേക്കും പ്രത്യേകമായിട്ടുള്ളൊരു തണുപ്പാണ്. ഈ ഒരു ഐലൻഡിനെ കണക്ട് ചെയ്തോണ്ടല്ലോ ഇതുപോലത്തെ ബസ്സുകൾ ഓടുന്നുണ്ട് കേട്ടോ. അയ്യോടോ, ഇത് ഞാൻ അറിഞ്ഞില്ലല്ലോ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, തിരിച്ചു വരുമ്പോഴേ നമുക്ക് ഈ ബസ്സിനെ ആശ്രയിക്കാം. പക്ഷേങ്കിൽ ഇതൊരു ഐലൻഡ് ആയതുകൊണ്ട് തന്നെ എത്ര നേരം ഈ ബസ് സർവീസ് ഉണ്ടാവും, എത്ര ടൈം ഇടവിട്ടുണ്ടാവും എന്നുള്ളതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. വിഹാരത്തിലേക്ക് സ്വാഗതം, അതായിരിക്കുമല്ലോ എഴുതിയിരിക്കുന്നത്. ഏതായാലും നാഗദീപ സെക്രട്ടേറിയ, അതാണ് നാഗദീപ എന്ന ഈ ഒരു സ്ഥലത്തിന്. പിന്നെ ഒരു നയനദീപ എന്ന്, അങ്ങനെ 2 പേരും പറയും കേട്ടോ. എന്തായാലും നമുക്കിനിയിപ്പം ഒരു ബുദ്ധവിഹാരത്തിൻ്റെ കേന്ദ്രത്തിലേക്ക് കയറാം. ഇതാ ഒരു മെയിൻ റോഡിലോട്ടുള്ള ഒരു കവാടമാണ്. എനിക്ക് കൂട്ടിന് വന്നതായിരുന്നു വഴി കണ്ടിട്ട്. പശുവിനെ ഓടിച്ചതാണോ? ടെറിട്ടറി മാർക്കിങ്. കമോൺ ലെറ്റ്സ് ഗോ. എവിടെ ചെന്നാലും പട്ടിയെ കൂട്ടിന് കിട്ടും എനിക്ക്. കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ പട്ടിയായിരുന്നു, അതോ പട്ടികളുടെ രാജാവായിരുന്നു, സംതിങ് എന്തോ സാധനമുണ്ട്. ഇവിടെ ചെന്നാലും പട്ടികൾക്കൊരു വല്ലാത്ത സ്നേഹമാണ്. വഴിയിലുണ്ടല്ലോ ഇതുപോലുള്ള വീടുകൾ നമുക്ക് കാണാൻ പറ്റും. ഇത് വീടാണോ എന്തോ ഒരു ഓഫീസ് പോലെയും ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു ഒറിജിനൽ കവാടവും അതുപോലെ തന്നെ ആ ഒരു ബ്രിഡ്ജും ഈ ഒരു ഭാഗത്താണ്. ആക്ച്വലി നമ്മൾ അവിടെയായിരുന്നു വന്നിറങ്ങേണ്ടത്. ഇപ്പോൾ ആൾക്കാർ വന്ന് ഇറങ്ങുന്നുണ്ടോ ആ ഒരു സ്ഥലത്ത്. പക്ഷെ നമ്മൾ വന്ന ബോട്ട് അങ്ങ് അപ്പുറേ പോയി ഇറങ്ങിയത്. ഈ ഒരു പാലത്തിൻ്റെ ആ ഒരു നടപ്പാതയൊക്കെ ഉണ്ടല്ലോ, അത്യാവശ്യം ഇൻ്റർലോക്കൊക്കെ ചെയ്ത് നല്ല വൃത്തിയാക്കി ലൈറ്റുകളൊക്കെ സ്ഥാപിച്ച് നല്ല രീതിയിലാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഈ ഒരു കവാടത്തിനും പെയിൻറ്റിങ് ഒക്കെ കഴിഞ്ഞ് നല്ല വൃത്തിയുണ്ട്, നല്ല കളർഫുൾ ഏരിയ. നിങ്ങൾക്ക് പിന്നെ അറിയാലോ, പൊതുവേ ഈ ഒരു ബുദ്ധവിഹാരങ്ങൾ നല്ല കളർഫുള്ളായിരിക്കും. അവിടെയായിട്ടൊരു സ്തൂപ കൂടിയുണ്ട്. ഞാനുള്ള ആ ഒരു സ്തൂപമൊക്കെ ഉള്ള അതിൻ്റെ ഉള്ളിലേക്ക് കയറിയ സമയത്ത് എന്നെ ആകർഷിച്ചൊരു കാര്യം എന്താണെന്ന് പറയുക. ഇതുണ്ടെങ്കിൽ ഇത് മഹാവിഷ്ണു അല്ലേ, മഹാവിഷ്ണുവിൻ്റെ ഒരു അമ്പലം. അതിനോട് ചേർന്ന് തന്നെ ഇത് നോക്കിക്കോ നിങ്ങൾ, ബുദ്ധനെ ഇരിക്കുന്നു. അത് ബുദ്ധൻ്റെ സൈഡിൽ ഇതുണ്ടെങ്കിൽ ബുദ്ധന്. നൈസല്ലേ. അങ്ങ് നേപ്പാളിലെ ഈ ഒരു മഞ്ഞുമലകളുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ ഒരുപാട് ബുദ്ധിസ്റ്റ് സ്തൂപങ്ങൾ, ബുദ്ധവിഹാരങ്ങളൊക്കെ നിങ്ങൾ കാണിച്ചു തന്നു. പക്ഷേ തെങ്ങിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ളത് കാണിച്ചു തന്നില്ലല്ലോ. ഇവിടെ ഞാൻ കാണിച്ചു തരുന്നു കേട്ടോ. നൈസല്ലേ. ഇവിടെ എഴുതി വെച്ചേക്കുന്നതൊക്കെ ഇവരുടെ ഒരു സിംഹൾ ആ ഒരു ഭാഷയിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് ഒരു ഐഡിയ കിട്ടില്ല എന്താണ് സാധനം എന്നുള്ളത്. അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. മേ ബി ഇവിടെ ഉണ്ടായിരുന്ന ആ ഒരു ലാമയുടെ ശേഷിപ്പുകളായിരിക്കണം. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ ഒരു കടയുണ്ട്, അടച്ചു കട. അപ്പോൾ അതിൻ്റെ സൈഡിൽ വന്നിരിക്കുകയാണ് ഇവരോട് വർത്തമാനം പറഞ്ഞിട്ട്. അപ്പം ഈ ഒരു ദ്വീപ് ഇങ്ങനെ കറങ്ങി വരാൻ വേണ്ടിയിട്ട് മൊത്തം 16 കിലോമീറ്റർ ഉണ്ട്. പിന്നെ ഇവിടെ നിന്ന് കുറച്ചും കൂടി ഒരു 5-6 കിലോമീറ്റർ അപ്പുറയാണ് ആ ഒരു മോസ്കും അതുപോലെ തന്നെ ഒരു ക്രിസ്ത്യൻ ചർച്ചും ഉണ്ട്. അതുള്ളത് ബസ് വരും, പക്ഷേ 1 മണിക്കൂർ ഇടപെട്ടിട്ടാണ് ബസ് ഉണ്ടാവുക.
നോക്കട്ടെ, നമുക്ക് 5 മണിക്കാണ് അവസാനത്തെ ബോട്ട് ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നുള്ളത്. അപ്പോൾ അതിന് മുമ്പ് പോയി കറങ്ങി വരാൻ പറ്റുമെങ്കിൽ നമുക്ക് അവിടെ പോകാം, ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് റിട്ടേൺ ആ ഒരു ബോട്ടിലേക്ക് പോകാം കേട്ടോ. അരിസി എല്ലാം വെളിയിൽ വരണം. തണ്ണി എടുക്കാം ഇങ്ങനെ നല്ല 1200 കുടുംബങ്ങൾ എടുക്കുന്നതാണ്. ഓക്കെ, 1200 കുടുംബങ്ങളുണ്ട് കേട്ടോ ഇവിടെ താമസിക്കുന്നത്. മഴ വരുമ്പോൾ അത് കടൽ இது போட் சர்வீஸ் இருக்கா? இருக்கும். ஆனால் ஃபுல்லாக அந்த மாதிரி நல்லா இருக்காது தானே மழை வரும்போது? പ്രശ്നം ഇല്ല. വലിയ പ്രശ്നം ഇല്ല കേട്ടോ ഇവിടെ. 3.5 കിലോമീറ്റർ വീതിയും അതുപോലെ തന്നെ 4.5 കിലോമീറ്റർ നീളമുള്ള ദ്വീപാണിത്. പുറത്തു നിന്നുള്ള ടൂറിസ്റ്റുകളെക്കാളും കൂടുതൽ ഈ ഒരു രാജ്യത്തിലെ ആഭ്യന്തര ടൂറിസ്റ്റുകളാണ് വരുന്നത്. പ്രധാനമായിട്ടും സൗത്ത് സൈഡ്, കൊളംബോ സൈഡിൽ നിന്നൊക്കെയുള്ള ആളുകളെ. അപ്പോൾ അവരിങ്ങനെ വന്ന് ഓട്ടോയൊക്കെ വിളിച്ച് ഓരോ സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. എന്നോട് നേരത്തെ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നത് ഇവിടെ ഉണ്ടായിരുന്ന ഓട്ടോ ചേട്ടന്മാരാണ് കേട്ടോ. അവരെന്നോട് പറഞ്ഞു ഇനിയിപ്പോൾ ഒരു 1/4 മണിക്കൂർ ഇപ്പോൾ വെയിറ്റ് ചെയ്താൽ മതിയായിരിക്കും. ആ ഒരു ബസ് വരും, ആ ബസ്സിന് പോയിട്ട് തിരിച്ച് വന്നാൽ മതി. ഓട്ടോയ്ക്ക് അത്യാവശ്യം റേറ്റ് ആകും എന്നുള്ളത്. ഞാൻ എൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് പറഞ്ഞു, അതുകൊണ്ട് എല്ലാവർക്കും അറിയാം. നമ്മൾ ബഡ്ജറ്റ് ട്രാവലാണല്ലോ. ഞാനുള്ളത് തിരിച്ച് പോകാനായിട്ട് വന്നതാണ്. അന്നേരപ്പോഴാണ് നമ്മളുടെ ഉങ്ക പേരെന്നാ? നിഷാൻ. ഓക്കെ, നിഷാൻ വന്നത്. എന്നിട്ട് ബസ് വരുന്നുണ്ട്. ബസ് ഇവിടെ നിർത്തി തരാം, ഇവിടെ നിന്ന് കയറി പോകാം. എന്തായാലും ഇവിടം വരെ വന്നതല്ല, അവിടെ കൂടി പോയിട്ട് പോകാമെന്ന് പറഞ്ഞാൽ ഇൻ കേസ് നമുക്ക് പോകാൻ പറ്റുന്നില്ല, അവസാനത്തെ ബോട്ട് മിസ്സാവുകയാണെങ്കിൽ ഇവിടെ താമസത്തിനുള്ള സൗകര്യമുണ്ട്. എത്ര 300 രൂപ താനെ സൊന്നെ? 300 രൂപ റൂമിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിൽക്കാൻ പറ്റും, ശ്രീലങ്കൻ മണി എന്നും പറഞ്ഞു. അപ്പോൾ കുഴപ്പമില്ല. 5:30 വരെയാണ് ടൈമുള്ളത്. 5:30ക്കാണ് ലാസ്റ്റ് ബോട്ട് ഇവിടെ നിന്നുള്ളത്. എന്തായാലും നമുക്ക് ബസ്സിന് പോകാം. ഇവിടെ വന്നിട്ട് നമ്മൾ ഗവൺമെൻറ് ബസ്സിൽ കയറിയല്ലോ. എന്താണ് ഗവൺമെൻറ് ബസ്സിൻ്റെ യാത്രയുടെ അനുഭവം എന്നുള്ളതും കൂടി കാണിച്ചു തരാം. എന്തായാലും ഇന്നത്തെ ഒരു ബസ് എപ്പിസോഡല്ലേ. ഓക്കെ, താങ്ക് യു. കുട്ടി ബസ്സാണ് കേട്ടോ. വണക്കം. നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ഒരു ബസ്സിൻ്റെ അവസാനത്തെ സ്റ്റോപ്പ് എവിടം വരെയാണോ അവിടം വരെ പോവാം. അതിന് ശേഷം തിരിച്ചു വരാം കേട്ടോ. ഗവൺമെൻറ് ബസ്സിലുണ്ടല്ലോ ഇതുപോലെ ടിക്കറ്റ് വെൻഡിങ് മെഷീൻ ഉണ്ട്. അതിൻ്റെ അകത്തുനിന്ന് ടിക്കറ്റ് തരുന്നുണ്ട്. ലാസ്റ്റ് സ്റ്റോപ്പ് എவ்வளோ? 60 രൂപ. ഓക്കെ, 60 രൂപ കേട്ടോ. ഈ ഒരു ബസ്സിനുണ്ടല്ലോ ഫ്രണ്ടിലും സീറ്റുണ്ട് കേട്ടോ. നമ്മുടെ മറ്റേ വണ്ടി പോലെയല്ല, കുഞ്ഞു വണ്ടിയാണല്ലോ. പിന്നെ ഓരോ സ്ഥലത്തും ഇങ്ങനെ ബസ് നിർത്തുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ സ്ഥലത്ത് ആളുകൾ എവിടെ നിർത്താൻ പറയുന്ന അവിടെയാണ്. ഒരു പ്രത്യേകിച്ച് പർട്ടിക്കുലർ സ്റ്റോപ്പൊന്നുമല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് കഴിഞ്ഞിട്ട് ഇപ്പോൾ അവിടെയും നിർത്തിയത്. ഇതിങ്ങനെ 1 മണിക്കൂർ ഇടവിട്ട് ഇങ്ങനെ സർവീസ് നടത്തിക്കൊണ്ടേയിരിക്കും. ആളാണ് കേട്ടോ ബസ്സിൻ്റെ ഡ്രൈവർ. ബസ് ഉണ്ടല്ലോ ഇവിടെ വന്ന് അവസാനത്തെ സ്റ്റോപ്പ്. ഇത് ലാസ്റ്റ് സർവീസ് ആയതുകൊണ്ട് തന്നെ ചെറിയ ഷോട്ടേ ഉള്ളൂ. അതായത് ഇവിടെ നിന്നൊരു ചർച്ച്, ഞാൻ പറഞ്ഞില്ല ചർച്ച് മോസ്കോ ഉണ്ടെന്ന്, അങ്ങോട്ടേക്ക് പോകുന്നില്ല. അത് വേറെ ട്രിപ്പിലാണ് കേട്ടോ പോകുന്നത്. എന്തായാലും ഞാനിവിടെ ഇറങ്ങുന്നില്ല. ആ ഒരു ട്രിപ്പിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നില്ല. കാരണം നമുക്ക് അങ്ങനെ ആകുമ്പം നമ്മളുടെ ബോട്ട് മിസ്സാവാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് റിട്ടേൺ ഒരു റൗണ്ട് അടിച്ചിട്ട് ഇതേ ബസ്സിൽ തന്നെ റിട്ടേൺ തിരിച്ച് അങ്ങോട്ടേക്ക് പോവാം. താങ്ക് യു. അപ്പോൾ വയോ നമുക്ക് ഇവിടെ ഇറങ്ങാം. ഞാൻ ആ ഒരു വന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു വന്നു. ഇതങ്ങനെയാണ് കേട്ടോ, പ്ലാനുകൾ എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കുക. ബസ് ഉണ്ടെങ്കിൽ അങ്ങ് ജെട്ടി വരെ കൊണ്ടുവന്ന് വിടും കേട്ടോ. ഞാൻ എന്തായാലും ഇവിടെ ഇറങ്ങി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടല്ലോ ചായക്കടയുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് എന്തെങ്കിലും ചായ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. ഇത് വെജ് റോള് ഒരെണ്ണത്തിന് 80 രൂപ കേട്ടോ. ഞാൻ ഒരു ചായ കൂടി കുടിച്ചു. ചായക്ക് 100 രൂപ, ആ ഒരു കേക്കിന് 80 രൂപ. കേക്കല്ലല്ലോ, റോളിന്. താങ്ക്സ് എണ്ണേ. ആമാ, ഫുള്ള് പാക്ക് ചെയ്ത് സെറ്റായിട്ടാണ് വന്നതെങ്കിൽ ഞാൻ നിൽക്കുമായിരുന്നു ഒരു ദിവസം ഇവിടെ. കാരണം അത്രയും കുറവ് സ്റ്റേ അല്ലേ ഉള്ളൂ. പക്ഷേങ്കിൽ നമ്മളാകെ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് മാത്രമേ കൂടിയുള്ളൂ. ബാഗിൻ്റെ അകത്ത് വെള്ളമൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബാഗ് എടുത്തത്. ക്യാമറയുടെ കുറച്ച് സാധനങ്ങളും വേറൊന്നുമില്ല. ഇവിടെ ഇപ്പോൾ അവർ ഒച്ച കേൾക്കുന്നില്ലേ? അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സഞ്ചരിക്കുന്ന നമ്മളുടെ ബേക്കറിയാണ് കേട്ടോ. നമ്മൾ അവിടെ നിന്ന് കണ്ടില്ലായിരുന്നോ? സെയിം ടൈപ്പ്. ഇത് ഇവിടുത്തെ സ്ഥിരം പരിപാടിയാണ്, സഞ്ചരിക്കുന്ന ബേക്കറി. എന്തായാലും കളർഫുള്ളായിട്ടുള്ള ഈ ഒരു കടലിനോടും ഈ ഒരു മതസൗഹാർദ്ദപരമായിട്ടുള്ള ഐലൻഡിനോടും നമുക്ക് ബൈ പറയാം. ചായ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള സമയം നമുക്കില്ല. അതുകൊണ്ട് ഞാനിത് പുറത്ത് നിന്നും ജസ്റ്റ് നിങ്ങളെ നല്ല കളർഫുള്ളായിട്ടുള്ള അമ്പലമാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ വലിയ അമ്പലമാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നു. അതിനുശേഷം ഓടി നമ്മൾ ബോട്ടിൽ കയറട്ടെ. ഇവിടുത്തെ ഷോപ്പൊക്കെ കണ്ടോ, ഇതൊക്കെ അടച്ച് ആളുകളൊക്കെ പോയി, എല്ലാ ടൂറിസ്റ്റുകളും പോയി. അയ്യോ ദൈവമേ, 4:30 ബോട്ട് കഴിഞ്ഞാൽ 5 മണിക്കൊരു ബോട്ട് ഉണ്ടെന്ന് പറഞ്ഞു.
പക്ഷേങ്കിൽ 5 മണിക്കത്തെ ബോട്ട് അഥവാ വന്നില്ലെങ്കിലും ജനതയിൽ ആരും അറിയാതെ പ്രാക്ടിക്കലി ഇന്ത്യയുമായിട്ട് ഏറ്റവും അടുത്ത് കിടക്കുന്ന മീനൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ശ്രീലങ്കയുടെ ദ്വീപ് എന്ന് പറയുന്നത് കച്ചദ്വീപ് എന്ന് പറയുന്ന ദ്വീപാണ്. ആക്ച്വലി അത് ഇന്ത്യയുടേതായിരുന്നു. അതിനുശേഷം ആരാണ്, ഇന്ദിരാഗാന്ധിയുടെ കാലത്താണോ രാജീവ് ഗാന്ധിയുടെ കാലത്താണോ അത് ഇവർക്ക് ശ്രീലങ്കയ്ക്ക് കൊടുത്തു. അപ്പം ആ ഒരു കച്ചദ്വീപിൽ ഈ ഒരു 2 രാജ്യങ്ങളും കൂടി തമ്മിൽ ചേർന്ന് നടത്തുന്ന അവിടെ ഒരു പള്ളിയുണ്ട്. ആ ഒരു പള്ളിയിലെ പെരുന്നാളുണ്ട് കേട്ടോ. വർഷത്തിലൊരിക്കൽ മാത്രമേ അത് സാധനം ഉണ്ടാവുള്ളൂ. ആ ഒരു സമയത്താണ് ഇന്ത്യൻസിന് അധികം അവിടെ ഇത് ചെയ്യുക. അതുകൂടാതെ അങ്ങോട്ടേക്ക് ഇപ്പോൾ ഒരു മിലിറ്ററിയുടെ പരമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ്. നമുക്കങ്ങനെ ഈസിലി കയറി പോകാൻ പറ്റുന്നൊരു സ്ഥലമല്ല. അതിനുശേഷം ഇന്ത്യയുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഐലൻഡ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു നാഗദ്വീപാണ് കേട്ടോ. അപ്പം ഇന്ത്യയോട് ചേർന്ന് കിടക്കുന്ന ഈ ഒരു അവസാനത്തെ ഐലൻഡിൽ നിന്നും ബസ്സിൽ വന്ന് വീണ്ടും നമ്മൾ തിരിച്ച് ബസ്സിന് പോകാൻ വേണ്ടി പോവാണ്. 4:30 പോകാനുള്ള ബോട്ട് ഇവിടെയുണ്ട്. പോയിട്ടില്ല, വിട്ടിട്ടില്ല. 4:30 ആയിട്ടില്ല കേട്ടോ. 4:25 ആയതേ ഉള്ളൂ. അധികം നിന്ന് കഥ പറയാതെ നമുക്ക് ബോട്ടിലോട്ട് കയറാം. M80 ബൈക്കാണ് ഈ കിടക്കുന്നത്. M80 ഹോണ്ടയുടെ 90 എന്ന് പറയുന്നത്, 80 അല്ല 90 എന്ന് പറയുന്ന മോഡലാണ് കേട്ടോ. ഗവൺമെൻറ് ബസ് ഈ ഒരു കടലിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ കിടക്കുന്ന കാണാനായിട്ട് ഒരു പ്രത്യേക, എല്ലാത്തിനും ഒരു പ്രത്യേക വേറൊരു ബ്യൂട്ടി കേട്ടോ. മുകൾ ഭാഗം എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് അറിയാമോ? ഇതുണ്ട് ഞങ്ങൾ വണ്ടികൾ അവിടെ നിന്ന് ബൈക്കുകൾ ഇങ്ങോട്ടേക്ക് കയറ്റി കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതും വെക്കാനായിട്ടാണ് കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ടേക്കും പോവാം. ഫെറി ചെറിയ കിട്ടിയ ഗ്യാപ്പിൽ ഞാനൊരു ബസ്സിനെ കാണാനായിട്ട് പോയതാണ്. എന്തായാലും വണ്ടി സ്റ്റാർട്ടാക്കുകയാണ്. വണ്ടിയല്ല, ബോട്ട്. അപ്പോൾ വായോ, ഇല്ല മേലെ നിന്ന് പോകാൻ പറ്റുമല്ലോ. അങ്ങനെ ഉണ്ടായിരുന്നു നമ്മളുടെ നാഗദ്വീപിൻ്റെ കാഴ്ച. കാര്യമായ കാഴ്ചയല്ല, നമ്മൾ ഇങ്ങോട്ടേക്കുള്ള യാത്രയും ആ ഒരു ബസ് യാത്രയും അതിൻ്റെ ഒരു അനുഭവങ്ങളൊക്കെയാണ് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ ഉദ്ദേശിച്ചത്. ആ ഒരു അനുഭവമൊക്കെ നല്ല രീതിയിൽ കിട്ടി എന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഉണ്ടല്ലോ, തിരിച്ച് നമ്മൾ ചെല്ലുമ്പം ഇവിടെ നിന്നുള്ള അവസാനത്തെ ജാഫ്നയ്ക്കുള്ള ബസ് നമ്മളെ കാത്തുനിൽപ്പുണ്ടാവും. ആ ബസ്സിൽ നമ്മൾ കയറുന്നു, നേരെ ഡയറക്റ്റ് ജാഫ്നയാണ് കേട്ടോ. അപ്പം നമ്മൾ അങ്ങനെ ഇപ്പുറത്തെ കര തൊട്ട് ചാടി ഇറങ്ങി അപ്പുറത്തെ കരയിലേക്ക് ബിൽഡിംഗ് ഒക്കെ പണിയാൻ വേണ്ടിയുള്ള കല്ല് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതുണ്ടെങ്കിൽ ഇങ്ങനെയാണ് കൊണ്ടുപോകുന്നത്. ഇങ്ങോട്ടേക്ക് വരാനുള്ള 80 രൂപ കൊടുത്തിട്ട് ഞാൻ ഇറങ്ങി. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അങ്ങോട്ടേക്ക് പോകുമ്പോഴുള്ള ബോട്ടിനെ ആ ഒരു ഇറങ്ങുന്ന ആ ഒരു തിരക്കിലും പിന്നെ ആളുകൾ അത്രയും പേര് വന്ന് കയറിയില്ല. അന്നേരം ഇപ്പം അവർ പൈസയൊന്നും വാങ്ങിയില്ല കേട്ടോ നമ്മുടെ കയ്യിൽ നിന്ന്. ഞാൻ കൊടുക്കാനുള്ള കാര്യം വിട്ടുപോയി. ഞാൻ ഷൂട്ട് ചെയ്ത് അങ്ങനെ അങ്ങ് നടന്നുപോയി. ഇപ്രാവശ്യം എന്തായാലും കയ്യോടെ ആ ഒരു പൈസ അവരെ വിളിച്ച് ഏൽപ്പിച്ചതിന് ശേഷമാണ് കേട്ടോ വന്നത്. അവരതിൻ്റെ ഉള്ളിൽ നിന്നൊന്നും വാങ്ങുന്നൊന്നുമില്ല കേട്ടോ. ജാഫ്നയിലേക്കുള്ള ബസ് ഓൾറെഡി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് സീറ്റുണ്ടോ എന്തോ കയറാം. എല്ലാവരും സൈഡ് സീറ്റ് പിടിച്ചില്ല ദൈവം. ഇത് ഇവിടെ നിന്നുള്ള അവസാനത്തെ ബസ് ആയതുകൊണ്ട് തന്നെ ഇനിയും ആ ദ്വീപിൽ നിന്ന് വരാനുള്ള എല്ലാവരെയും വെയിറ്റ് ചെയ്ത് അവരെല്ലാം വന്നതിന് ശേഷമാണ് ബസ് എടുക്കുന്നത്. അങ്ങനെ നമ്മൾ പോകാനായി വണ്ടി സ്റ്റാർട്ടാക്കി. ഇനി നേരെ ജാഫ്നയ്ക്ക് കേട്ടോ. കടലിന് നടുവിലൂടെ മണ്ണിട്ട് നികത്തി ഉണ്ടാക്കിയ ചെറിയ റോഡിലൂടെ ബസ് മുൻപോട്ടേക്ക് കുതിച്ചു. പതുക്കെ സൂര്യൻ അസ്തമയത്തോടടുക്കുകയാണ് കേട്ടോ. ഇവിടെ ഓരോ ഐലൻഡിനും ഇതുപോലുള്ള ചെറു കവാടങ്ങൾ ചില ഐലൻഡുകൾക്ക് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ പിന്നെ ഐലൻഡുകളിലേക്കുണ്ടല്ലോ കുടിവെള്ളം എല്ലാ സ്ഥലത്തും നല്ല വെള്ളം ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് തന്നെ പൈപ്പിൽ ഇതുപോലെ വലിയ ലൈനായിട്ട് ആ ഒരു ഐലൻഡിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന കാഴ്ചയൊക്കെ നമുക്ക് കാണാം. നമ്മൾ മുമ്പോട്ടേക്ക് വരുമ്പോൾ ഉണ്ടല്ലോ, ഇവിടെ വീടിന് മുമ്പിൽ വിളക്കും അതുപോലെ തന്നെ തേങ്ങയൊക്കെ വെച്ച് കുറച്ച് ആൾക്കാർ ഇങ്ങനെ നിൽക്കും. എല്ലാ വീടിന് മുമ്പിൽ നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കുറച്ചുകൂടി കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് കുട്ടികൾ അവരൊരു വേഷമൊക്കെ ധരിച്ച് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇവിടുത്തെ അമ്പലത്തിലൊരു ഉത്സവമാണ്, അതിൻ്റെ ഒരു ചടങ്ങിൻ്റെ ഭാഗമായിട്ട് ദേവീനെ എഴുന്നള്ളിച്ചു കൊണ്ട് വരുന്നതാണെന്നാണ്. അത് കുട്ടികളാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മൾ വന്നപ്പം ഉള്ളതുപോലെയല്ല, ഇപ്പം ബസ് നിറച്ച ആൾക്കാരായി. മുഴുവനും സ്റ്റാൻഡിങ്ങിൽ ആളുകളായിട്ടുണ്ട് കേട്ടോ. ഇത് ഈ ഒരു ഭാഗത്തുനിന്ന് ജാഫ്നയ്ക്കുള്ള അവസാനത്തെ ബസ്സാണ്. അതുകൊണ്ട് തന്നെ പോകുന്ന വഴിക്കെല്ലാം ഹോൺ അടിച്ച് മാക്സിമം വരാനുള്ള ആളുകളുണ്ടെങ്കിൽ അവരെല്ലാം കയറ്റിയിട്ടാണ് പോകുന്നത്. ചില ആൾക്കാർ ഷോപ്പൊക്കെ അടച്ച് തിരിച്ച് ജാഫ്നയ്ക്ക് മടങ്ങുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർ ആദ്യമേ കൈ നീട്ടി അതിനുശേഷം ഷോപ്പ് അടയ്ക്കുന്നവരെയൊക്കെ വണ്ടി നിർത്തുന്നുണ്ട് കേട്ടോ, അവരെ കയറ്റാനായിട്ട്. അതൊക്കെ ഉണ്ടല്ലോ. സൂര്യൻ എന്തിയെ എൻ്റെ ഇടയ്ക്ക് മുടക്കില്ല. സൂര്യൻ അസ്തമയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു കടലിൻ്റെ ആ ഒരു ഭാഗത്ത് സൂര്യാസ്തമയം ആ ഒരു കളറ് കാണാൻ വേണ്ടി നല്ല ഭംഗിയില്ലേ. നിങ്ങൾ ആ കളറ് കണ്ട 2 പെൺകുട്ടികളെയാണ് കണ്ടതെന്ന് എനിക്കറിയാം. ഇപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് അത് കാണുന്നില്ല ആ ഒരു സൂര്യാസ്തമയം. പക്ഷേ എനിക്ക് വേണ്ടി ഷൂട്ട് ചെയ്ത് തരുന്നത് അവർ തന്നെയാണ് കേട്ടോ. എന്തായാലും നല്ലൊരു ഗോൾഡൻ കളറിലേക്ക് വന്നിട്ടുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട്. ഇത് ശരിക്കും നമ്മൾ ഇന്നലെ പോയ അട്ടക്കെട്ടില്ല, ആ ഒരു അട്ടക്കെട്ടും അതുപോലെ തന്നെ മീൻ വളർത്തൽ കേന്ദ്രവും മീൻ ട്രാപ്പും ഒക്കെയാണ് ഈ ഒരു പോകുന്ന വഴിയിൽ കടലിൽ നമ്മൾ കാണുന്നത്. താങ്ക് യു.
യെസ്, അങ്ങനെ സൂര്യാസ്തമയത്തോടു കൂടി നമ്മളുടെ ജാഫ്നയിലേക്ക് വന്നെത്തി. ബൈ ബൈ, താങ്ക് യു. ഇനിയിപ്പം ജാഫ്ന ടൗണൊക്കെ കണ്ടില്ല. ജാഫ്ന ടൗൺ നിങ്ങളെ ഞാനിപ്പോൾ കാര്യമായിട്ട് കാണിക്കുന്നില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജാഫ്നയുടെ ഒരു സിറ്റി ടൂർ, അതും സൈക്കിളിൽ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. രസമായിരിക്കും. അപ്പം അന്നേരം വിശദമായിട്ട് ജാഫ്നയെ ഞാൻ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നേരെ നമ്മുടെ ഹൗസിലോട്ട് പോകണം. അതിന് വേണ്ടിയിട്ട് ഞാൻ നേരെ ഇവിടുത്തെ ശ്രീലങ്കൻ RTC ഉണ്ടല്ലോ, ഗവൺമെൻറ് ബസ് സ്റ്റാൻഡിൻ്റെ നേരെ മുമ്പിലേക്ക് വന്നു. അതിനുശേഷം ഉണ്ടല്ലോ ഇങ്ങനെ നമ്മളുടെ ഫോൺ എടുത്തിട്ട് ഇതിനകത്ത് ഞാൻ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് പിക്മി എന്ന് പറയുന്ന ആപ്പ്. ഇതുണ്ടെങ്കിൽ ഈ ഒരു ആപ്പ് യൂസ് ചെയ്തിട്ടുണ്ടല്ലോ നമുക്ക് റൈഡ്സ്, അതായത് നമുക്ക് വണ്ടി റൈഡ് എടുക്കാൻ പറ്റും. ഇതിലിപ്പോൾ ഉണ്ടല്ലോ ഞാൻ ലൊക്കേഷനൊക്കെ അടിച്ചു കൊടുത്തു. അതിനുശേഷം ബൈക്കാണ് എടുത്തത്. ബൈക്കിന് 225 നേപ്പാളി 225 ശ്രീലങ്കൻ റുപ്പീസാണ് കാണിക്കുന്നത്. ഞാൻ ബുക്ക് നൗ കൊടുത്തു. പിക്കപ്പ് ഇവിടെ തന്നെ കൺഫേം. ഇത് ചോദിക്കുമ്പോൾ എളുപ്പം പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ബസ് സ്റ്റാൻഡിന് മുമ്പിൽ തന്നെ വന്ന് നിന്നത്. ഇനിയിപ്പം ഒരു ബൈക്ക് നമ്മളെ വന്ന് പിക്ക് ചെയ്യും. അതിനുശേഷം നമ്മളവിടെ ഡ്രോപ്പ് ചെയ്യും. ഇതുണ്ടെങ്കിൽ ഇതാണ് വണ്ടി നമ്പർ 9966 നിശാന്തൻ. ഓക്കെ, നമ്മളുടെ ഓല ഊബറൊക്കെ പോലെ തന്നെയുള്ള ഇവിടുത്തെ ആപ്പാണ് പിക്മി കേട്ടോ. പിക്മി 9966. എന്നെ ഇപ്പം അതിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഡ്രൈവർ വിളിച്ചു. 9966. യെസ്, അതാ നിൽക്കുന്നത് 9966. ഇതാണ് കേട്ടോ നമ്മളുടെ വണ്ടി. ഹെൽമെറ്റ് ഇവിടെ നിർബന്ധമാണെന്ന് തോന്നുന്നു. താങ്ക് യു. വളരെ എളുപ്പമാണ്. അതുകൂടാതെ നമുക്ക് വലിയ എമൗണ്ട് ഇല്ലാതെ പോകാൻ പറ്റുന്നതും ഇവിടുത്തെ പിക്മിയിലെ ബൈക്കാണ് കേട്ടോ. അല്ലാതെ നമ്മൾ ടൂറിസ്റ്റുകളായിട്ടുള്ള ആളുകൾ ഈ ഒരു ഓട്ടോയിൽ ഡയറക്റ്റ് ചെന്ന് പൈസ ചോദിച്ചിട്ടുണ്ടെങ്കിൽ വലിയ എമൗണ്ട് പറയുവേ. അപ്പം നിങ്ങളെല്ലാവരും ശ്രീലങ്ക വരുന്ന സമയത്ത് പ്ലേ സ്റ്റോറിലുണ്ട് പിക്മി എന്ന് പറയുന്ന ആപ്പ്. ആ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. സിറ്റി സൈഡിലൊക്കെ അത്യാവശ്യം എല്ലാ സ്ഥലത്തും ഇത് സൗകര്യം ലഭ്യമാണ്. എങ്കെന്ന് മനസ്സിലായി? ഖത്തറിലെ அப்படியா? വർക്ക് പണിയിരിക്കെ? ഓക്കെ, പണി ഖത്തറിൽ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് മലയാളികളുടെ കൂടെ. അതുകൊണ്ട് നമ്മൾ മലയാളം പറയുന്നത് മനസ്സിലാവും. ഉങ്ക പേര്? നിശാന്തൻ. ഓക്കെ, അപ്പോൾ മലയാളം അറിയാം കേട്ടോ. ഗൾഫ് കൺട്രീസിലെ പുള്ളിക്കാരൻ നമ്മളെ വന്നു ഇറക്കിയിട്ട് പോയി. 225 രൂപയാണ് കേട്ടോ. സെയിം റേറ്റ് തന്നെ ആയത്. ഞാനുള്ളൂ ഇവിടെയുള്ളൊരു സൂപ്പർ മാർക്കറ്റിൽ കയറി നമുക്ക് കുറച്ച് നട്ട്സ് ഐറ്റംസ് വാങ്ങി വെക്കാം. കാരണം ഇനിയിപ്പോൾ അങ്ങോട്ട് നടക്കുമ്പോൾ ഒക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടേ. ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അതുകൂടാതെ ഇവരുടെ ലോക്കലായിട്ടുള്ള ബിസ്ക്കറ്റ് ഐറ്റംസൊക്കെ ഉണ്ട്. ഈ പുറത്തുനിന്ന് വന്ന സാധനത്തിനൊക്കെ അത്യാവശ്യം നല്ല പൈസയുണ്ട്. ഇതിന് 300 സംതിങ് രൂപയൊക്കെ ഉണ്ട്. പക്ഷേങ്കിൽ അല്ലാതെ ഇതിനിപ്പോൾ 100 രൂപ. 100 എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു 30 രൂപ 25 രൂപ ആ റേഞ്ച് കേട്ടോ. അങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ച് ഞാനിത് പുറത്തോട്ട് ഇറങ്ങുന്നു. ഇതുണ്ടല്ലോ ഒരു ഷോപ്പിംഗ് മാളാണ് മൈഡിൻ എന്ന് പറഞ്ഞിട്ട്. ഇവരുടെ ഒരു ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ആ ഒരു ഷോപ്പിന് പുറത്തേക്കും ഒരു ചന്ത പോലെ തന്നെ സാധനങ്ങൾ എടുത്തു വെക്കും. അത് ആഴ്ചയിൽ ഒരു 2 ദിവസം അങ്ങനെ ചെയ്യുക. അപ്പോഴത്തേക്കും ആളുകൾ കൂടുതൽ. അപ്പം അച്ഛൻ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, ഇവർ ആദ്യമേ ഇത് കൊണ്ടുവന്ന് ഇവിടെ വെച്ച സമയത്ത് ആളുകൾ കയറുന്നില്ലായിരുന്നു. കാരണം വലിയ AC റൂം, ഷോപ്പിംഗ് മാള് ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് ആളുകൾക്കൊരു ചെറിയ പേടി. അപ്പോൾ ഇവരിവിടുത്തെ നോർമൽ ചന്തകളിലുള്ള പോലെ തന്നെ ഈ സാധനം പുറത്തേക്ക് എടുത്ത് വെച്ചു. അപ്പം ആളുകൾ കണ്ടില്ല നിങ്ങൾ, തിരക്ക് ബഹളം ഒക്കെ ആയിട്ട് ആളുകൾ കയറാൻ തുടങ്ങിയ. നമ്മളങ്ങനെ നമ്മളുടെ ഹൗസിലേക്ക് വന്നു. അവിടെ നിന്ന് ജസ്റ്റ് ഒരു 100 മീറ്റർ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ ഹൗസായി കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളുടെ ശ്രീലങ്കയിലൂടെയുള്ള ആദ്യത്തെ തനിച്ചുള്ള യാത്ര? അതും ഇവിടുത്തെ ബസ്സൊക്കെ കണ്ട് ഇവരുടെ ആളുകളുടെ ജീവിതമൊക്കെ കണ്ട് ഇതുപോലുള്ള കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ബൈ ബൈ, സ്നേഹം മാത്രം. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ.